BJP ഒന്ന് ജയിച്ചപ്പോഴത്തേക്കിന്ന് അമ്പലത്തിലൊക്കെ വിരല്, നഖം, പല്ല്, കണ്ണൊക്കെ എടുത്ത് കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. വിരൽ മുറിച്ച് കൊടുത്തെന്ന്. മറ്റേ രക്തം തിളച്ച് കാണും എൻ്റെ പഴയ മറ്റേ രാജാക്കന്മാരുടെ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് ക്ഷത്രിയ രക്തം എന്താ പറയുള്ളൂ ഇങ്ങനെ. ആ രക്തം കൂടെ തിളച്ചപ്പോഴത്തേന് വിരൽ മുറിച്ച് സംഭവമായിമാരൊക്കെ അല്ലേ. ഇത്ര ബുദ്ധിയില്ലാത്തവന്മാർ വേറൊരു പാർട്ടിയിലും കാണത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കാൻ എങ്ങനെയാണ് ഇത്? വിരലൊക്കെ മുറിച്ചും കൊടുത്തേക്കുക അമ്പലത്തിൽ. ഇവൻ്റെ ബോഡിയൊക്കെ വല്ല അവയവദാനത്തിന് വല്ല അങ്ങനെ വല്ല രജിസ്റ്റർ ചെയ്യുവാണ് പ്രയോജനമുണ്ട് അല്ലേ? അല്ല ഇതെന്തുവാ വിരൽ മുറിച്ച് കളഞ്ഞ്, എന്നാൽ പിന്നെ ഇവൻ്റെ കിഡ്നി ദാനം ചെയ്യുമോ വല്ലതും ചെയ്യരുതോ? പാർട്ടി ജയിക്കുമ്പോൾ ഒരല്പം വിവരമുള്ളവരാണ് അതൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ, അല്ലാതെ ചുമ്മാതെ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതാണ് പറയുന്നത് പ്രാന്ത്. വെളിവില്ലാത്തവന്മാർ, ബുദ്ധിയില്ലാത്തവന്മാർ എന്നൊക്കെ പറയുന്നത് ഇവരെയാണ്. മനസ്സിലായി? ഇവന്മാർക്ക് ബുദ്ധിയും ബോധവും വെളിവൊന്നും ഇല്ല. അല്ലെ ആരെങ്കിലും വിരലൊക്കെ മുറിച്ച് കളയുക, നഖം വെട്ടി കളയുന്നത് നല്ലതാണ്. അതൊട്ട് ചെയ്യത്തും ഉണ്ടാകത്തില്ല. ഇവന്മാർ നഖമൊന്നും വെട്ടത്തൊന്നുമില്ല, പല്ല് കേൾക്കത്തില്ല, നഖം വെട്ടത്തില്ല, കുളിക്കത്തില്ല, ബീഫും തിന്നത്തില്ല. ഇങ്ങനത്തെ കുറേ മണ്ടന്മാരുള്ളത് കൊണ്ടുണ്ടായ ഒരു പാർട്ടിയാണ് BJP എന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തെന്ന് അങ്ങനെ പ്രേരണ ഉണ്ടാകുന്നത് തന്നെ എവിടുന്നാ? ബാക്കിയുള്ളവർക്കൊന്നും തോന്നാത്തൊരു പ്രത്യേകതരം തോന്നൽ ഇവനുണ്ടായത് എന്തുകൊണ്ട്? അല്ലെ അങ്ങനെയൊക്കെയല്ലേ നമ്മളിതിനെ ആലോചിക്കുന്നത്. അല്ലാതെ ഒരുത്തം മുറിച്ച് കളഞ്ഞപ്പോൾ തീർന്നു അതല്ലല്ലോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ നടക്കണമല്ലോ. ഇവൻ്റെ തലയ്ക്കകത്ത് കുറേ മണ്ടത്തരം വേണം, അവനെന്തോ കിട്ടിയതുപോലെയൊക്കെ തോന്നണം, അല്ല പറ്റത്തില്ല. ഇതൊന്നും വലിയ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നതല്ല. എന്തോ സംഭവമാണ്, എവിടെയോ എന്തോ കേട്ടിട്ടുണ്ടാവാം, അല്ല ഇതിലൊക്കെ എന്തോ ഭയങ്കര എന്തോ എന്നെ പറയണ്ട, എനിക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണെന്നല്ലേ വിചാരിച്ചത്. ഇവരൊക്കെ മുറിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ വീരശൂര്യ പര കൃമി മറ്റേ ശൂലമൊക്കെ കുത്തുന്ന കാർത്തിക് സൂര്യ കണ്ടിട്ടില്ല? അതുപോലെ വേറെ തന്നെ അതിൻ്റെ ലൈറ്റ് വെർഷനായത്. അവനൊക്കെ ശൂലമൊക്കെ നാക്കിൽ കൂടെ കുത്തി കയറ്റും, ഗരുഡൻ തൂക്കം തൂങ്ങും, നിലത്ത് കിടന്നുരുളും, ആഴി വാരി എറിയും, അതിലൂടെ ഓടും, ആഴി കിടന്ന് ഓടുന്നുണ്ടോ പൊട്ടന്മാർ. അയ്യോ, ഇവനെയൊക്കെ ചികിത്സ ചെയ്യുക. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ തന്നെയാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ വിരലൊക്കെ മുറിച്ച് കളയുന്നത്? സുന്നത്ത് ചെയ്യുന്നവർ, സുന്നത്തുകാർ അതിലും വലിയ ടീം. അയ്യോ ഒന്നും പറയണ്ട. ഇവനെ കളിയാക്കാൻ ഏതായാലും സുന്നത്തുകാർക്ക് പറ്റത്തില്ല. ഒരു പെർമിഷൻ പോലും ഇല്ല. ഇതൊന്നുമില്ല, ഇവൻ്റെ സ്വന്തം തീരുമാനമാണെന്ന് പറയാം. മറ്റേത് അങ്ങനല്ല. ജനിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചെത്തിക്കളയുന്ന ടീം അത് വേറൊരു ടീം. അത്രയും വരത്തില്ല കേട്ടോ. ഇതൊന്നും ഒരു സാധനം ലോകത്ത് അത്രയും വലിയ മണ്ടത്തരം വേറെ മനുഷ്യൻ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവൻ അത്രയും വരത്തില്ല. ഇവന് വെളിവില്ലാത്തത് കൊണ്ടാണ്, മറ്റവർക്ക് വെളിവില്ലായ്മ കൊണ്ടല്ല, മണ്ടത്തരം കൊണ്ട് മാത്രം. അതുമല്ല പലരുടെയും തൊലി എത്തിയത് അവർ അറിഞ്ഞിട്ടില്ല, ഏത് പ്രായത്തിലോ പോയി. മനസ്സിലായില്ലേ? അതൊരു നിവൃത്തികേട്, അത് അടിച്ചേൽപ്പിക്കുന്ന സംഭവമാണ്. ഇത് അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇവൻ അവൻ്റെ വിരൽ മുറിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മാനസിക പ്രശ്നമുള്ളവരാ. ഈ ജനറ്റിക്കലി മാനസിക പ്രശ്നമുള്ളവർ ചിലപ്പോൾ സുന്നത്തൊക്കെ ചെയ്തെന്നിരിക്കുക. അതൊരു ജനറ്റിക്കൽ ഡിസോർഡർ, അങ്ങനത്തെ ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ചിലപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇത്ര നിർബന്ധം പിടിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും ഇത് താല്പര്യമൊന്നും കാണത്തില്ലായിരിക്കും. പിന്നെ ഇതിനകത്ത് പെട്ടുപോയതുകൊണ്ട് ഇനി പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ മണ്ടന്മാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടല്ലേ സംഭവിക്കുന്നത്. അല്ലേ സംഭവിക്കത്തില്ലല്ലോ. ലോകത്ത് ഇത്രയും മനുഷ്യർക്ക് ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് മാത്രം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ പടിയെല്ലാം ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മണ്ടത്തിലുള്ളവർ മാത്രമേ ചെയ്തുള്ളൂ. ഇവനങ്ങോട്ട് ഇളകി കാണും, അല്ല അവനങ്ങ് സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അളിഞ്ഞൊരു വേർഷൻ ആദ്യമായിട്ട്, ഇത്രയ്ക്ക് ഊമ്പിയ ഒരു സൈക്കോസിസ് എവിടെ നിന്ന് ഇന്ത്യ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക സൈക്കോസിസാണ് ഈ പറഞ്ഞ മണ്ടന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിരൽ ദാനം ചെയ്യുക, നഖം ദാനം ചെയ്യുക, തീക്കകത്ത് ഇടുന്ന് ഓടുക. വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഡെവലപ്മെൻറ്റ്സിലൊന്നും സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അവിടെ, അല്ലാതെ ആഴി വാരിയിട്ട് ഓടണമെന്ന് പറയത്തൊന്നുമില്ല. ഇതുപോലെ വട്ടുണ്ടെങ്കിൽ പിന്നെ കാർത്തിക് സൂര്യയൊക്കെ അവിടെ ബ്ലോഗ് ചെയ്തിരുന്ന അവന് പകത്തായിട്ട് ഇങ്ങനത്തെ തോന്നിവാസങ്ങളെ കാണിച്ചാൽ നാക്ക് കുത്തി കീറുന്ന വീഡിയോ ഒക്കെ ഇട്ടേക്കുക. പഴം എന്തോരം ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോമണത്തിൽ കാണിച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെയൊക്കെ കൂടെയുള്ള കമ്പനി സഹവാസമൊക്കെ അടിപൊളിയായിരിക്കും. ഈ അന്ധവിശ്വാസിയൊക്കെ എന്ത് ചെയ്യാൻ? വിവരമില്ലാത്തവനാണ് അന്ധവിശ്വാസിയാവുന്നത്. വിശ്വാസി തന്നെ ഒരു വിവരക്കേടാണ്. പിന്നെ വിശ്വാസികളെ കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതി പൈസ ഉണ്ടാക്കുന്നവരെല്ലാം അങ്ങ് ഭയങ്കര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും കാണത്തില്ല, ഉറപ്പാണ്. കാരണം വേസ്റ്റ് ജന്മമാണ്. അല്ലേ ഇങ്ങനെ ചെയ്യുമോ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. മുടിയൊക്കെ വെട്ടും, മീശ പിടിക്കുമെന്നൊക്കെ ഇടാനുണ്ടോ? മുടി മുട്ട അടിക്കും, മീശ പിടിക്കും, കുഴപ്പമില്ല, അത് വളർന്നു വരുന്ന സാധനം. വിരലൊന്നും വളരത്തില്ലടാ മണ്ട. ഇവൻ എന്നാണോ അവൻ്റെ തല വെട്ടി വെക്കുന്നത്?